ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളം വ്യാകരണത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോസ് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നാമത്തിനെക്കുറിച്ചും പിന്നെ ആ നാമത്തിൻ്റെ 3 വിധത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ദ്രവ്യനാമം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒന്നാമത്തെ തരത്തിലെ അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ. അതിൽ നമ്മൾ ബാക്കി ദ്രവ്യനാമം, ബാക്കി സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം ഇവയെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സർവനാമത്തിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സർവനാമം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ്. അപ്പം അതിൻ്റെ കുറച്ച് അന്ന് പറഞ്ഞു പോകാത്ത കുറച്ച് പോയിന്റ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പം സർവനാമം എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായിട്ടുള്ള പദങ്ങളെയാണ് സർവനാമം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ നാമപദങ്ങൾക്കും പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരേ നാമപദം ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവനാമം ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളൊക്കെ കറക്റ്റായിട്ട് ഞാൻ അവിടെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ ആ ഒരു പോർഷനിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മളിത് നോക്കുന്നത് സർവനാമത്തിനെ നമ്മൾ 3ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. അപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതെന്താണ്? സർവനാമത്തിൻ്റെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പം ആ 3 ഘടകങ്ങളാണ് ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ എന്നിങ്ങനെ 3 എണ്ണം. അതിൽ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നയാളെ അല്ലെങ്കിൽ വ്യക്താവിനെയാണ് നമ്മൾ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ പറയുന്നയാളെന്ന് പറയുമ്പോൾ ഇപ്പം ഞാനാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി പറയുമ്പോൾ എന്നെ ഞാൻ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ഞാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ നാം, അല്ലെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ എൻ്റെ. അങ്ങനെ ആ പറയുന്ന വ്യക്താവിനെയാണ് നമ്മൾ ഉത്തമ പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് മധ്യമ പുരുഷനാണ്. എന്താണ് ഈ മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്? കേൾക്കുന്നയാള് അല്ലെങ്കിൽ ശ്രോതാവിനെയാണ് നമ്മൾ മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കേൾക്കുമ്പോൾ അയാളെ ഞാൻ എന്താണ് സംബോധന ചെയ്യേണ്ടത്? നീ, അല്ലെങ്കിൽ താങ്കൾ, അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ താൻ. അതൊക്കെ അങ്ങനെയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്. അത് നമ്മൾ അവിടുത്തെ ബഹുവചനം, ഏകവചനം എന്ന രീതിയിലായിരിക്കും നീ, നിങ്ങൾ, താങ്കൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ബഹുമാനാർത്ഥമായിട്ടും. അത് കഴിഞ്ഞിട്ട് 3ആമത് വരുന്നതാണ് പ്രഥമ പുരുഷൻ. എന്താണ് ഈ പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്? എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവൻ, അവൾ, അത് അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ സംബോധന ചെയ്യുന്നതിനെയാണ് നമ്മൾ, അത്തരത്തിലുള്ള സർവനാമങ്ങളെയാണ് നമ്മൾ മറ്റൊരാളെ സംബോധന. ഇപ്പം അവിടെ ഒരാൾ ഇരിക്കുന്നു, അപ്പം ഞാൻ അന്നൊരു കഥ രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ, അവൾ, അത് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പ്രഥമ പുരുഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. സർവനാമത്തിൻ്റെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നും അതിന് എക്സാമ്പിളും പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.